മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം വീണ്ടും വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെറിയൊരു ആശ്വാസം അല്ലെങ്കിൽ ശാന്തത നിലനിന്നിരുന്ന മേഖലയിൽ ഇതാ വീണ്ടും യുദ്ധമേഘങ്ങൾ കനക്കുകയാണ്. അമേരിക്കയുടെ പുതിയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് പിന്നാലെ ഇറാനുമായിട്ട് ഏർപ്പെട്ടിരുന്ന എല്ലാത്തരം വ്യാപാര സാമ്പത്തിക ഇടപാടുകളും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE അടിയന്തരമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ്. എന്താണ് ഈ പെട്ടെന്നുള്ള തീരുമാനത്തിന് പിന്നിൽ? ആകാശത്ത് വീണ്ടും മിസൈൽ അലേർട്ടുകൾ മുഴങ്ങാൻ കാരണം എന്താണ്? നമുക്ക് നോക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് UAE വിദേശകാര്യ മന്ത്രാലയമാണ് ഇറാനുമായിട്ടുള്ള എല്ലാത്തരം വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും അടുത്ത ഉത്തരവുണ്ടാകുന്നത് വരെ അണ്ടിൽ ഫർദർ നോട്ടീസ് നിർത്തിവച്ചിരിക്കുന്നതായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭംഗം വരുത്തുന്ന തരത്തിലുള്ള പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ കടുത്ത നടപടി. ലോകത്തിലെ പ്രമുഖ സാമ്പത്തിക സ്ഥാപനങ്ങളും എക്സ്പോർട്ട് ഹബ്ബുകളും പ്രവർത്തിക്കുന്ന UAEയുടെ ഈ തീരുമാനം ഇറാനെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. ഈ അടിയന്തര തീരുമാനത്തിലേക്ക് UAE നയിച്ച യഥാർത്ഥ കാരണം എന്താണ് എന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത്. UAEയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിൽ നിന്ന് തൊടുത്ത 2 ബാലിസ്റ്റിക് മിസൈലുകളെ കണ്ടെത്തിയിരുന്നു. ഇതിലൊന്ന് രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിക്ക് ഉള്ളിലും മറ്റൊന്ന് പുറത്തുമാണ് പതിച്ചത്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ട് UAE നിവാസികൾക്ക് മൊബൈൽ ഫോണുകൾ വഴി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഔദ്യോഗിക മുന്നറിയിപ്പുകളും നൽകുകയുണ്ടായി. സമുദ്രത്തിലെ കപ്പൽ ഗതാഗതത്തെയും മാരിടൈം ട്രാഫിക്കിനെയും ലക്ഷ്യമിട്ടാണ് ഈ മിസൈലുകൾ എത്തിയതെന്ന് UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ ഇറാൻ പൂർണ്ണമായി നിഷേധിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വശമുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഇറാനെതിരെ പ്രഖ്യാപിച്ച അതിശക്തമായ സാമ്പത്തിക ഉപരോധങ്ങളാണ്. UAE പ്രസിഡന്റും US നേതൃത്വവും തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ വ്യാപാര വിലക്ക് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഈ നീക്കത്തിന് പിന്നിലെ ആഗോള രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാക്കുന്നു. സമുദ്രമാർഗമുള്ള വ്യാപാരങ്ങളും എണ്ണ ടാങ്കേഴ്സിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളും ഗൾഫ് മേഖലയെ വീണ്ടും യുദ്ധച്ചൂടിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. ഈ സംഘർഷം മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിച്ചിരിക്കുന്നു. ഇറാനുമായി ചരിത്രപരമായും സാമ്പത്തികപരമായും വലിയ ബന്ധം പുലർത്തിയിരുന്ന രാജ്യമാണ് UAE എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് എണ്ണ ടാങ്കേഴ്സിന് നേരെയും സമുദ്ര ഗതാഗതത്തിന് നേരെയും ഉണ്ടായ തുടർച്ചയായ ആക്രമണങ്ങൾ UAEയുടെ ക്ഷമ നശിപ്പിച്ചു എന്ന് വേണം കരുതാൻ. ആഗോള എണ്ണ വിപണിയെയും സാധാരണക്കാരുടെ ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന ഈ ഒരു പ്രതിസന്ധി എങ്ങോട്ട് ചെന്നെത്തുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം ഇപ്പോൾ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലാണ്. UAEയുടെ ഈ ഒരു മാസ്റ്റർ സ്ട്രോക്ക് നീക്കം ഇറാനുമേൽ വലിയ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.